മലയാളത്തിലേക്ക് പുതിയൊരു സംവിധായകൻ കൂടി, ശ്രീരാജ് ശ്രീനിവാസൻ. പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയിലൂടെ കഥ പറച്ചിലിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം. പ്രാവൻകൂട് ഷാപ്പിനെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. ഷാപ്പിനുള്ളിൽ നടക്കുന്ന ഒരു ആത്മഹത്യയും തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണവുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കണ്ടുപരിചയിച്ച പോലീസ് കഥകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് പ്രാവൻകൂട് ഷാപ്പ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധർ, ശിവജിത്ത് പത്മനാഭൻ, ശബരീഷ് വർമ്മ, നിയാസ് ബക്കർ തുടങ്ങി താരങ്ങളെല്ലാം അവരുടെ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. എസ് ഐ രാജേഷിൻ്റെ വേഷത്തിലാണ് ബേസിൽ എത്തുന്നത്. ഭിന്നശേഷിക്കാരനായ കണ്ണനായി സൗബിനും പ്രേക്ഷക ശ്രദ്ധ നേടി. ഷാപ്പിലെ തൊഴിലാളിയാണ് അദ്ദേഹം. ഷാപ്പിലെ സ്ഥിരം കുടിയാന്മാരും ഒട്ടും മോശമായില്ല. പേര് കേൾക്കുമ്പോൾ കോമഡി ചിത്രമാണെന്ന് തോന്നുമെങ്കിലും പ്രാവൻകൂട് ഷാപ്പ് ആദ്യ പകുതി പിന്നിടുന്നതോടെ പൂർണ്ണമായും ത്രില്ലർ ജോണറിലേക്ക് മാറുന്നു. നർമ്മവും സംഘട്ടനങ്ങളും ഗാനങ്ങളുമെല്ലാം കോർത്തിണക്കിയ സിനിമ ആദ്യാവസാനം പ്രേക്ഷകരിൽ ആകാംക്ഷ നിലനിർത്തുന്നു. യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വാദ്യകരമായിരിക്കും സിനിമ എന്നുറപ്പ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഛായാഗ്രാഹകനായ ഷൈജു ഖാലിദ് തന്നെയാണ് പ്രാവൻകൂട് ഷാപ്പിനും ക്യാമറ ചലിപ്പിച്ചത്.